Hi viewers, today we will be discussing about structure and functions of forest ecosystem. Structure and functions of forest ecosystem. അടുത്തതായിട്ട് ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിൻ്റെ ഘടനയും അതിൻ്റെ ഫങ്ഷൻസും അതിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടുന്നത്. ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം ഇസ് എ ടൈപ്പ് ഓഫ് ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം. ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റത്തിനകത്ത് വരുന്നതാണ്. ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ കരയിൽ കാണപ്പെടുന്ന ഇക്കോസിസ്റ്റത്തിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഇൻ എ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം ദ സ്ട്രക്ചറൽ കമ്പണൻസ് ആർ ആസ് ഫോളോസ്. ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞാൽ അതിൻ്റെ കമ്പണൻസ്, അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത് അതിനെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ജനറലി ഏതൊരു ഇക്കോസിസ്റ്റത്തിലും ബയോട്ടിക് കമ്പണൻസ് അതുപോലെ അബയോട്ടിക് കമ്പണൻസ് കാണപ്പെടുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ബയോട്ടിക് കമ്പണൻസ്, ഇനി ഏതൊക്കെയാണ് ഇക്കോസിസ്റ്റത്തിലൊക്കെ കാണപ്പെടുന്ന അബയോട്ടിക് കമ്പണൻസ് അത് നോക്കാം. ബയോട്ടിക് കമ്പണൻസ്. The living organisms of the forest ecosystem constitute the biotic components. ബയോട്ടിക് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിൽ കാണുന്ന ലിവിങ് ഓർഗാനിസംസ് ആണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രൊഡ്യൂസേഴ്സ് ഓർഗാനിസംസ്. Luxuriant growth of green plants is characteristic of forest ecosystem. പ്രൊഡ്യൂസേഴ്സ് ഓർഗാനിസംസ്. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സ്വന്തമായിട്ട് ഫുഡ് മാനുഫാക്ചർ ചെയ്യുന്ന ഗ്രീൻ പ്ലാന്റ്സിനെയാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ഈ പ്രൊഡ്യൂസേഴ്സ് ധാരാളമായിട്ട്, അതാണ് ലക്ഷറിയൻ്റ് ഗ്രോത്ത് ഓഫ് ഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഫോറസ്റ്റിൽ കാണപ്പെടുന്നു. അത് ഫോറസ്റ്റിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകതയാണ്. In a forest, all plants are not uniformly distributed. Rather, these are arranged in different layers. ഫോറസ്റ്റിൽ എല്ലാ പ്ലാന്റ്സും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഒരുപോലെ അല്ല അത് വളർന്നു നിൽക്കുന്നത്. അത് പല ലെയേഴ്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പല ലെയേഴ്സിലായിട്ടാണ് അത് വളരുന്നത്. The topmost stratum comprises large trees which receive the maximum light and as such these are the highest producers of food. ഫോറസ്റ്റിൽ ടോപ്പ് മോസ്റ്റ് സ്ട്രേറ്റ എന്ന് വെച്ചാൽ സ്ട്രാറ്റ എന്ന് പറഞ്ഞാൽ ലെയർ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോൾ ടോപ്പ് മോസ്റ്റ് ലെയറിൽ വളരെ വലിയ മരങ്ങളാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതിന് പൊതുവെ ഹൈറ്റ് കൂടുതലായതുകൊണ്ട് മാക്സിമം സൺലൈറ്റ് അതിന് ലഭ്യമാകും. അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും വലിയ പ്രൊഡ്യൂസേഴ്സായിട്ട് കരുതപ്പെടുന്നത്. കൂടുതൽ സൺലൈറ്റ് ലഭ്യമാകുന്ന പ്ലാന്റ്സ് ആണ് ലാർജ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഫുഡായിട്ട് മാറുന്നത്. ട്രീസ് ആർ ഫോളോഡ് ബൈ സെക്കൻഡ് സ്ട്രേറ്റ് ഓഫ് shrubs which receive diffuse light and below the shrubs lies the forest floor composed of shrubs, herbs, ferns, mosses, etc. ട്രീസിൻ്റെ അടുത്ത ലെയറിൽ കാണപ്പെടുന്നത് കുറ്റിക്കാടുകളാണ്. അവയ്ക്ക് ലഭിക്കുന്നത് ഡിഫ്യൂസ്ഡ് ലൈറ്റാണ്. എന്ന് പറഞ്ഞാൽ വലിയ മരങ്ങളിൽ തട്ടി താഴേക്ക് പതിക്കുന്ന സൺലൈറ്റാണ് ഇവയ്ക്ക് ലഭിക്കുന്നത്. അതാണ് ഡിഫ്യൂസ്ഡ് ലൈറ്റ്. നിഴല് പോലെയുള്ള ലൈറ്റ് ആയിരിക്കും ഇതിന് ലഭ്യമാകുക. ആ കുറ്റിക്കാടുകൾക്ക് താഴെയായിട്ട് ഫോറസ്റ്റ് ഫ്ലോറിൽ കുറ്റിച്ചെടികൾ, അതുപോലെ ഔഷധ ചെടികൾ, പിന്നീട് ഫേൺസ് എന്ന് പറഞ്ഞാൽ പൂക്കളൊന്നും വലുതായിട്ടുണ്ടാകാത്ത ഇലകൾ മാത്രമുള്ള ചെടികൾ, അതാണ് ഫേൺസ്. അതുപോലെ മോസസ്, പായൽ എന്നിവയൊക്കെ ഫോറസ്റ്റ് ഫ്ലോറിൽ കാണപ്പെടുന്നു. അടുത്തതായി കൺസ്യൂമേഴ്സ് ഓർഗാനിസംസിനെ കുറിച്ച് പഠിക്കാം. ഒരു ഫോറസ്റ്റിൽ കാണപ്പെടുന്ന കൺസ്യൂമേഴ്സ് ഓർഗാനിസംസ് ഇവയാണ്. പ്രൈമറി കൺസ്യൂമേഴ്സ്. These are herbivorous animals which feed directly on the producers. കൺസ്യൂമേഴ്സ് ഓർഗാനിസത്തിൽ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ഗ്രീൻ പ്ലാന്റ്സിനെ ആഹാരമാക്കുന്ന ഹെർബിവോറസ് ആനിമൽസ് ആണ്, അതായത് സസ്യാഹാരികളായിട്ടുള്ള മൃഗങ്ങളാണ്. കോമൺ എക്സാമ്പിൾസ് ഫൗണ്ട് ആർ ബീറ്റിൽസ്, ഫ്ലൈസ്, ആൻസ്, ഗ്രാസ്ഹോപ്പേഴ്സ്, സ്പൈഡേഴ്സ്, ബഗ്സ് among small animals and deer, elephants, rats, etc. among large animals which feed on products of trees. കോമൺ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ബീറ്റിൽസ്, വണ്ടുകൾ, ഫ്ലൈസ്,
ഈച്ച, ആൻസ്, ഉറുമ്പ്, ഗ്രാസ് ഹോപ്പർ, പുൽച്ചാടികൾ, ചിലന്തികൾ, ബഗ്സ്, മൂട്ട പോലെയൊക്കെയുള്ള ചെറിയ ആനിമൽസ്. അതുപോലെ മാൻ, ആന, എലികൾ ഇതുപോലെയുള്ള വലിയ ആനിമൽസിനെ പ്രൈമറി കൺസ്യൂമേഴ്സിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. അടുത്തതായി സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ദീസ് ആർ പ്രൈമറി കാർണിവോർസ് വിച്ച് ഫീഡ് ഓൺ ഹെർബിവോറസ് ആനിമൽസ്. സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇവയെ പ്രൈമറി കാർണിവോർസ് എന്നാണ് പറയുന്നത്. ഇവരും മാംസാഹാരികൾ തന്നെയാണ്. ഇവർ പ്രധാനമായിട്ടും ഹെർബിവോറസ് ആനിമൽസ്, സസ്യാഹാരികളായിട്ടുള്ള മൃഗങ്ങളെയാണ് ഇവർ ആഹാരമാക്കുന്നത്. ദീസ് ഇൻക്ലൂഡ് ഫോക്സ്, ഫ്രോഗ്സ്, സ്നേക്സ്, വൂൾഫ്, ഈഗിൾസ്, വൾച്ചേഴ്സ്, ജാക്കൽസ് എക്സെട്ര. പ്രധാനമായിട്ടും കുറുക്കന്മാർ, ഫ്രോഗ്, സ്നേക്ക്, ചെന്നായ്കൾ, ഈഗിൾസ്, വൾച്ചേഴ്സ്, ജാക്കൽസ് എന്ന് പറഞ്ഞാൽ കുറുനരികൾ, ഇവയൊക്കെ പ്രധാനമായിട്ടും സെക്കൻഡറി കൺസ്യൂമേഴ്സിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവയാണ്. അടുത്തതായി ടെർഷ്യറി കൺസ്യൂമേഴ്സ്. These are larger animals or top consumers or top carnivores which feed on the secondary consumers. Examples: lion, tiger, leopard, etc. അടുത്തതായി ടെർഷ്യറി കൺസ്യൂമേഴ്സ്. വലിയ ആനിമൽസ് ആണ് ടെർഷ്യറി കൺസ്യൂമേഴ്സ്. ഇത് പഠിച്ചിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ഇവയെ ടോപ്പ് കൺസ്യൂമേഴ്സ് എന്ന് പറയാം. അതുമല്ലെങ്കിൽ ടോപ്പ് കാർണിവോഴ്സുമാണിവർ. ടോപ്പ് കാർണിവോഴ്സ് എന്ന് പറഞ്ഞാൽ മാംസാഹാരികളായിട്ടുള്ള വലിയ ആനിമൽസ്, അതാണ്. വിച്ച് ഫീഡ് ഓൺ സെക്കൻഡറി കൺസ്യൂമേഴ്സ്. വലിയ മാംസാഹാരികൾ സെക്കൻഡറി കൺസ്യൂമേഴ്സിനെയാണ് ആഹാരമാക്കുന്നത്. ലയൺ, ടൈഗർ, ലെപ്പർഡ് ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അടുത്തതായി ഡീകമ്പോസേഴ്സ്. In a forest, a large amount of organic litter like fallen leaves is found on the forest floor. ഫോറസ്റ്റിൽ ധാരാളം ചവറുകൾ എന്ന് പറഞ്ഞാൽ ലിറ്റർ എന്ന് വെച്ചാൽ അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ചവർ എന്ന് പറയുന്നത് കരിയിലയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ധാരാളം കരിയിലകൾ കാണപ്പെടാറുണ്ട്. The litter is decomposed by a wide group of microorganisms like bacteria, fungi, etc. ഈ വീണ് കിടക്കുന്ന ഈ കരിയിലകളെല്ലാം ഡീകമ്പോസ് ചെയ്യപ്പെടുന്നത് മൈക്രോ ഓർഗാനിസംസ് ആയ ബാക്ടീരിയ, ഫംഗസ് എന്നിവ മുഖേനയാണ്. The rate of decomposition in tropical and subtropical forest is faster in comparison to temperate forest. ഡീകമ്പോസിഷൻ്റെ റേറ്റ് ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ഫോറസ്റ്റിൽ പൊതുവെ ടെമ്പറേറ്റ് ഫോറസ്റ്റിനെ അപേക്ഷിച്ച് കൂടുതലാണ്. അടുത്തത് അബയോട്ടിക് കമ്പോണൻസ്. The abiotic or non-living components of forest ecosystem basically include. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ബയോട്ടിക് കമ്പോണൻസ് ആണ്, ലിവിങ് ഓർഗാനിസംസ് അതിനെക്കുറിച്ചാണ്. അടുത്തതായി അബയോട്ടിക് കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Inorganic nutrients such as calcium, nitrogen, phosphorus, sulfur, potassium, magnesium, etc. are found in the soil in a large quantity. ഇനോർഗാനിക് ന്യൂട്രിയൻസ് ആയ നേരത്തെ പറഞ്ഞ ലിവിങ് ഓർഗാനിസംസ് എല്ലാം ഓർഗാനിക് മാറ്ററിനകത്ത് വരുന്നതാണ്, ജൈവ പദാർത്ഥങ്ങളിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഇനോർഗാനിക് എന്ന് പറഞ്ഞാൽ അജൈവ സ്വഭാവമുള്ള ന്യൂട്രിയൻസ് ആണ്. അതെന്തൊക്കെയാണ്? കാൽഷ്യം, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവയൊക്കെയാണ്. ഇതൊക്കെ ധാരാളമായി ഫോറസ്റ്റിൽ സോയിലിൽ കാണപ്പെടുന്നുണ്ട്. ഇനോർഗാനിക് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ അംശമില്ലാത്ത ന്യൂട്രിയൻസ് ആണ് ഇനോർഗാനിക് ന്യൂട്രിയൻസ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ ധാരാളമായിട്ട് ഫോറസ്റ്റിൽ സോയിലിൽ കാണപ്പെടുന്നുണ്ട്. ഹ്യൂമസ് ഈസ് അബണ്ടൻ്റ്ലി പ്രസൻറ്റ് ഇൻ ദ ഫോറസ്റ്റ്. ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ ഇലകളൊക്കെ വീണ് കരിയിലകൾ ഇങ്ങനെ ഫോറസ്റ്റ് ഫ്ലോറിൽ വീണ് കിടക്കും. ഇത് വളരെ തിക്കായിട്ട് കാണപ്പെടും. അതിനെയാണ് ഹ്യൂമസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ധാരാളം ഹ്യൂമസ് ഫോറസ്റ്റിനകത്ത് കാണപ്പെടും. കാരണം ധാരാളം മരങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം. ഓർഗാനിക് കോമ്പൗണ്ട്സ് ലൈക്ക് DK പ്ലാന്റ്സ് ആർ ഫൗണ്ട് ഇൻ ലാർജ് എമൗണ്ട്. ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ അംശമുള്ളവയാണ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. DK പ്ലാന്റ്സ് ചില മരങ്ങളൊക്കെ വീണ് ധാരാളമായിട്ട് ഫോറസ്റ്റിൽ കാണപ്പെടുന്നു. അതൊക്കെ ഓർഗാനിക്
കോമ്പൗണ്ട്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ മരങ്ങൾ വീണത് ജീർണ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അതിനെ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഡീകേ പ്ലാന്റ്സ് ധാരാളമായിട്ട് ഫോറസ്റ്റിൽ കാണപ്പെടുന്നു. ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് ദ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം ആർ ലൈറ്റ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, റെയിൻഫോൾ എക്സെട്ര. ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കാലാവസ്ഥ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ് ലൈറ്റ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, റെയിൻഫോൾ ഇവയാണ്. ഇതൊക്കെ അബയോട്ടിക് കമ്പോണൻസിനകത്ത് വരുന്നതാണ്. ദെയർ ഇൻട്രാക്ഷൻസ് ലാർജ്ലി ഇൻഫ്ലുവൻസ് ദ ഇക്കോസിസ്റ്റം. ഇപ്പോൾ ലൈറ്റ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ഈർപ്പം, ഇതെല്ലാം തന്നെയും ഇക്കോസിസ്റ്റത്തിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ലൈറ്റ് പ്ലേസ് എ റെഗുലേറ്റിംഗ് റോൾ ഇൻ ദ വെജിറ്റേഷൻ. അപ്പോൾ എന്തൊക്കെയാണ് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ്? ലൈറ്റ് എന്നിവിടെ ഉദ്ദേശിക്കുന്ന സൺലൈറ്റ് ആണ്. ടെമ്പറേച്ചർ, ആ ഫോറസ്റ്റിനകത്ത് ചൂട്, അതുപോലെ ഹ്യൂമിഡിറ്റി ഈർപ്പം, റെയിൻഫോൾ അവിടെ ലഭ്യമാകുന്ന മഴ, ഇതെല്ലാം വളരെയധികം ഇക്കോസിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇതിൽ പ്രധാനമായിട്ട് ലൈറ്റാണ് വെജിറ്റേഷനെ റെഗുലേറ്റ് ചെയ്യുന്നതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നത്. കാരണം സൺലൈറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് പ്ലാന്റ്സ് അതിനാവശ്യമായിട്ടുള്ള ഫുഡ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സ് അതിനാവശ്യമായിട്ടുള്ള ഫുഡ് മാനുഫാക്ചർ ചെയ്യുമ്പോഴാണ് മറ്റ് ജീവജാലങ്ങൾക്കെല്ലാം ആഹാരമായിട്ടത് മാറുന്നത്. അതുകൊണ്ടാണ് ലൈറ്റ് ഒരു റെഗുലേറ്റിംഗ് റോളുണ്ടെന്ന് പറയപ്പെടുന്നത്. ലൈറ്റ് എത്രത്തോളം ലഭ്യമാകുന്നു അത്രത്തോളം പ്രൊഡ്യൂസേഴ്സ് ഫുഡ് മാനുഫാക്ചർ ചെയ്യുന്നു. അതുമാത്രവുമല്ല, ലൈറ്റിൻ്റെ ലഭ്യത അനുസരിച്ചിട്ടാണ് എല്ലാ ചെടികളും വളരുന്നത്. അപ്പോൾ എല്ലാ ചെടികൾക്കും ശരിയായിട്ടുള്ള രീതിയിൽ ലൈറ്റ് ലഭിക്കുകയാണെങ്കിൽ എല്ലാത്തിനും ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ വളരാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ പ്ലാന്റ്സിൻ്റെ എണ്ണവും വർദ്ധിക്കും.